ഗൈസ്, അപ്പൊ ഞങ്ങളെ പെരുന്നാളിന്റെ ട്രിപ്പിലാണ്. ഞങ്ങളെ കൂടെ കാറിൽ നിയമോൾ ഉണ്ട്, അമ്മായി ഉണ്ട്, അപ്പുണ്ട്, മമ്മയുണ്ട്, അനുണ്ട്, ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് പോണത്, കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളെ ട്രിപ്പിലെ ആദ്യത്തെ ആനിമൽ ആന. ചിരിക്കാൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും രണ്ടക്ഷരം. ഹായ് മുട്ട മറ്റേ സാധനം. മോനെ, അപ്പൊ ഇതേത് നദിയാ? ഞങ്ങളങ്ങനെ നമ്മുടെ യാത്രക്ക് ഇടയിൽ ഒരു മനോഹരമായ സ്ഥലം കണ്ട. ഇവിടെ ഒരു 3 കുട്ടികൾ ചൂണ്ടയിടുന്നുണ്ട്. അപ്പൊ ഒരു ചൂണ്ടയിൽ കുരുക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടോക്കെ. ഹായ് ഗൈസ്, ഫൈനലി നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തെത്തി. ബാ, നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലം കൂടി കണ്ടെത്തണം. വെള്ളം എന്തിനാ ഇത്രയും ഇതുള്ളടത്തേക്ക് ഇനിയും വെള്ളം അടിക്കുന്നേ? അങ്ങനെ പറ. ഞാൻ വിചാരിച്ച അമ്മായി ഇത്രയും വെള്ളമുള്ള ഈ നദിക്ക് ഇനിയും വെള്ളം അടിച്ചോണ്ടിരിക്കുവാന്ന്. നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം, അപ്പോഴേ നമ്മൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ അമ്മായിന്റെ മൂഡ് മാത്രമേ ഉള്ളൂ എൻ്റെ ക്യാമറയിൽ. മാറാങ്ങോട്ട് ലൊക്കേഷനിലെത്തുള്ളൂ. ഗൈസ്, അമ്മായിന്റെ മൂഡ് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം. സോ ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടില്ല. അതൊരു തവള പൊട്ടാ. ഓ ആയിക്കൂടെ, നമ്മൾ കുറച്ച് സാഹസികതയൊക്കെ എടുക്കണ്ട അപ്പ ലൈഫില്. കിട്ടി. അതെന്നാനും ഒറ്റക്ക് പോയേ? ഞാൻ ആപ്പാന്റെ പുറകെ. അതാ പറയില്ല. കുറച്ച് കാടും കുന്നും മലയൊക്കെ താണ്ടി വേണം നമ്മൾ അഡ്വഞ്ചർ ടൂറിസം ആസ്വദിക്കാൻ. ശിവലിംഗം കണ്ടിട്ടുണ്ട്, പോയി നോക്കാം നമുക്ക്. ആണേ, അപ്പൊ ഇവിടെ പ്രാർത്ഥന ഉണ്ടാപ്പ. ഹെയ്മന്നാസിനെ വിളിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ നിന്റെ പുറകല്ല, നീ ഇങ്ങനത്തെ തരിശു ഭൂമിയിലാ കൊണ്ടുവരുന്നത്. നമ്മൾ പോവാണ്. ഇവിടെയൊക്കെ ആൾക്കാർ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തിനാന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നേ, പക്ഷെ ഏറ്റവും നല്ല സ്ഥലമൊക്കെ ഞങ്ങൾ പാസ് ചെയ്ത് വന്നു. എന്നിട്ട് ഞങ്ങളിപ്പോൾ തരിശ് ഭൂമിയിലെത്തി. ഞങ്ങൾക്ക് പോയി ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ തിരിച്ചു നടക്കണം എന്നറിയാം ഞങ്ങൾക്ക് ഞങ്ങളെ വണ്ടീൻ്റെ അടുത്ത് എത്താൻ. വേണ്ടോ, ഇവിടെ നല്ല സ്ഥലത്തോട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ തിരുമ്പാനും കുളിക്കാനൊക്കെ ആൾക്കാർ ഉണ്ട്. ഇതിപ്പോൾ പോവാണെങ്കിൽ മാനന്തവാടി വരെ പോകേണ്ടി വരുന്നതാണ് അപ്പം പറയാൻ. അത്രയും അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. മറ്റേ ഉണ്ട് കല്ലുമക്കായൻ്റെ കക്ക. ഇതെന്തിനാ? ഇതുണ്ടോ, ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്ത് സാധനം പുറത്തു പോയി. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം, പക്ഷെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ചത്രയും ദൂരം പാറമക്കൂടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആളുകൾ ഈ പലകയൊക്കെ കൂട്ടി വെച്ചിട്ട് റോട്ടുമ്മക്ക് കയറാൻ വേണ്ടിയിട്ട് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ കൂടെ തന്നെ മേലോട്ടേക്ക് കയറാം. സിമ്പിളായിട്ട് നമ്മൾ റോട്ടിലെത്തി. അങ്ങോട്ട് പോയപ്പോൾ ഇവർ മീൻ പിടിക്കണ്ടേനു. കിട്ടിക്കണമെന്ന് നോക്കി നോക്കട്ടെ. അയ്യോ, ഊട്ടിക്കൊയ്ങ്ങി ഞങ്ങൾ. എടാ, ഇത് റേഷൻ കടയത്തെ ഗോതമ്പല്ലേടാ? ഇതൊക്കെയാണ് ഫുഡ്. എടാ ഇവിടെ ഒന്ന് പിടിക്കട്ടെ. യെസ് ഗോയ്സ്, മീനെ കിട്ടി. ചെക്കന്മാർ തൂക്കി. ഇത് കറിവെക്കൂ. അതിനായി കിട്ടണേന്ന് അതിനെന്തിനാ
എന്തിനേലും കെട്ടിയേ? അത് പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഈ സഞ്ചിയിലിട്ടാ പോരെ? ജീവൻ പോയ കറി വെക്കൂല? അങ്ങനെയാണോ? അടിച്ച് വലിയൊരു സാധനം. ഓര് പിടിച്ചതാ അത്. ആ എന്നിട്ട് ഒരേൽ കെട്ടിയതാ. പോവന്നാ? ഇതൊക്കെ ചൂണ്ടേ? ഇതൊരു ചൂണ്ട, ഇതൊരു ചൂണ്ട. ഇതില് മീൻ കുടുങ്ങുമ്പോ ഇത് അനങ്ങു വയ്ക്കും. അപ്പൊ ഒരു അതിനെ പിടിച്ചിട്ട് അവിടെ കെട്ടു. ഇപ്പൊ തന്നെ എത്ര ചൂണ്ട ഉണ്ടറിയോ? ഒരു ചൂണ്ട, 2 ചൂണ്ട, 3, 4, 5, 6 ചൂണ്ട ഇട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ അല്ലേ? പേരെന്താ? പഠിക്കണ്ടോ? എത്രയല്ലോ? 6ലോ? ഞങ്ങളോട്ടെ ബൈ. ഒരു വലിയ മീനിനെ കിട്ടിയവർക്ക്. അത് വലുതാണത്. പിന്നെ അങ്ങനത്തെ ഒരു 4 എണ്ണം വെച്ചാ 1 കിലോ മീനുണ്ടാവും. പിന്നെ എന്തായാലും ഒരു 6 ചൂണ്ട ഇട്ടിക്കില്ലേ? അപ്പൊ 6 എണ്ണം ഉണ്ടാവുമ്പോ 1 കിലോയിലും പുറത്തുണ്ടാവും. ഇവന് പണ്ടേ കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ആ മൂന്നാമത്തെ കുറച്ച് ചെറിയ ചൂണ്ടയാ. ആ 2ാമത്തേലും ആ 4ാമത്തേലും വലിയ സാധനം കൊടുക്കും. അവിടെ മീൻ പിടിക്കുന്ന മക്കളെ സ്വീപ്പാക്കാൻ വലിയ കാരണവർ പോയി നിന്നിട്ട് അങ്ങനെ ആക്കിടാ, ഇങ്ങനെ ആക്കിടാ, മറ്റേതാക്കിടാന്നൊക്കെ പറയുന്നുണ്ട്. മീനിനെ കണ്ടു വളർന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ടാണ് മീനിന്റെ കഥ പറഞ്ഞു കൊടുക്കണേ. ഏതാ വിചാരിക്കും. നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഞങ്ങളിത് കടന്ന് കെടുവേന്ന് കാണാനാണ് പോകുന്നത്. ശരിക്കൊരു ഗൈഡൊക്കെ കൂടെ ഉണ്ടാവുന്നൊക്കെയാണ് ChatGPT എന്നോട് പറഞ്ഞത്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, ഒരു അമ്പലമുണ്ട്. സത്യം പറഞ്ഞാൽ ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകാൻ നല്ല രസമാണ്. 2 സൈഡും നല്ല കാടുമാണ്. അതന്നെ കുഞ്ഞു കുഞ്ഞു തടാകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അതേപോലെ ചെറിയ വീടുകളുണ്ട്. വീട് തന്നെയാണ് തോന്നുന്നു കേട്ടോ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇനിയിപ്പോ ഈ ഫോറസ്റ്റിന്റെ ആൾക്കാർ താമസിക്കുന്ന എന്തേലും ആണെന്നൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ പ്രതിമയിൽ നല്ല ആനേനൊക്കെ ഉണ്ടാക്കി അതിന്റെ ഒരു പെർഫെക്ഷൻ ഇത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ വന്നിട്ടും എന്റെ അമ്മായിക്ക് ഇതാണ് പണി. അമ്മായി പണ്ടേ ഒരു വെള്ളപ്പിടീന്റെ ആളായിരുന്നു. ഓ ഇവിടെ നോക്കണ്ട, വീഴും. എന്നെ എടുക്കാൻ വേണ്ടി വന്നേക്ക അവള്. വീഴോ? വീഴുന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇത് ഇങ്ങനത്തെ സ്ഥലല്ലേ? എനിക്കിതൊരു തൊഴിലാണ്. ഞങ്ങൾ പുതിയ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് എന്താണ് ഈ കർണാടകയില് വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ വ്ലോഗ് എടുത്ത് കണ്ടാൽ മതി. എല്ലാ വഴി ഇതിലുണ്ട്. ഒരാള് മൂത്രയ്ക്കാൻ പോയി നിൽക്കാണ്. മര്യാദക്ക് കാട്ടിക്ക് നിൽക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ എന്തോ മീനൊക്കെ നമ്മൾ പറയണം അത്ര. മീനിനെ പറഞ്ഞാൽ അവർ മീൻ നമുക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇവിടെയൊക്കെ മീൻ ഫ്രഷായിട്ട് പിടിച്ച് പൊരിച്ച് കൊടുക്കുന്നുണ്ടൊക്കെയോ പറയുന്നുണ്ട്. നോക്കി നോക്കാം. ഞാനൊക്കെ മീനിനെതിരാണ്. ഇത് തൊട്ടപ്പുറത്തൊരു ഡാമുണ്ട്. അപ്പോൾ ആടുന്ന് പിടിച്ചുകൊണ്ടിരുന്ന മീൻ ഇവിടുന്ന് നല്ല ഫ്രഷായിട്ട്, അതായത് ഫ്രഷ് മീൻ നമുക്ക് നല്ലോണം പൊരിച്ച് അടിപൊളിയാക്കി തരും അത്രേ. നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല. നോക്കി നോക്കാം. ആയോ? പിന്നല്ലാണ്ട് രാവിലെ പാവൻ്റെ സ്വത്തുമണി രാവിലെ മുതൽ പട്ടിണിയാ. അതുകൊണ്ട് നമുക്കിനി ഇതാ പഴമൊക്കെ തിന്നിട്ട് എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാം അല്ലേ മമ്മി? പിന്നെ അല്ലാണ്ട് അതെങ്കിലും കഴിക്കാം അല്ലേ? പഴം വേണം. ഇവിടെ മീൻ ഒക്കെ ഇനി പൊരിഞ്ഞ് വരണം. അപ്പം പൊരിഞ്ഞ് വരാൻ എന്തായാലും സമയം എടുക്കുമല്ലോ, കാരണം ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. സോ നമുക്ക് ആ ടൈമോട് പഴം തന്നെ കളർഫുള്ളാക്കി. അമ്മായി രാവിലെ തന്നെ നല്ല ചോറും കറിയും മന്തിയും ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് പട്ടിണി ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇവിടെ ഒരു ഡാമുണ്ട്, അതൊന്നും കാണാം. ഇത് എനിക്ക് നമുക്ക് പോണേ. ഇത് ഓരോ ദൈവമാണ്. ഇത് ശിവന്റെ മറ്റേ സാധനം. ശിവന്റെ ആകണം. ശിവന്റെ അവിടെ ഒരു ഇതുണ്ട്, പ്രതിമ ഉണ്ട്. ശിവനല്ല, വേറൊരു ദൈവ. വേണ്ടോ? ഗണപതി അല്ലേ ഇത്? ഞങ്ങൾ ഡാമൊന്ന് കാണാൻ പോവാൻ വിചാരിച്ചു.
ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡാമിൽ നിന്ന് പിടിച്ച മീനാണ് നമുക്ക് അപ്പുറത്തുനിന്ന് ഫ്രൈ ആക്കി തന്നിട്ടുള്ളത്. ഡാം കാണിച്ചതാ, ഭയങ്കര വലിയ ഡാമാ, ചൂടുകൊണ്ട് വയ്യ. അടിപൊളി ഡാം. ഇതൊരു എയർപോർട്ടിക്കൊക്കെ പോകുന്ന വഴി പോലല്ലേ ഇതിങ്ങനെ. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഫുഡ് കഴിക്കാം, ഞങ്ങൾ പിന്നെ വെരി ഫാസ്റ്റ് ഒരേ പോക്ക. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലടാ. വെയിലെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, സൂര്യൻ ഇങ്ങനെ ഉച്ചിയിലാണ് ഉദിച്ച് നിൽക്കുന്നത്. അവൻ വലിയ പ്ലെയർ ആണ്. ഇപ്പൊ ക്യാമ്പിനൊക്കെ പോകുന്നുണ്ട്. ഇന്നുണ്ടായിരുന്നു, ഇന്ന് പോയില്ലാലോ. ഞങ്ങളെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ എത്താനായി. അങ്ങോട്ട് എടാ വെറുതെ വന്ന് അങ്ങോട്ട് കയറ്റൂലോ ആവുന്നേ, അങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഓ കാണിച്ചരാട്ടോ, എന്തെല്ലാം ഡാമാന്ന് കാണിച്ചരാ. നോക്കി വിശാലതാന്നൊന്നും പറഞ്ഞാ പോരാ. ഇത് ശരിക്കും ഏതെങ്കിലുമൊക്കെ അതാ ഫിനോ, അതാ സാധനത്തിന്റെ ചോട്ടിൽ കൂടെ പോകുന്നുണ്ടോ തല മാത്രം. അതന്നെ ജന്തു. ഓ ഭയങ്കര ഇതുണ്ട്. അങ്ങോട്ടൊന്നും ശരിക്കും പോകാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു ഇത്. ഒരു കാര്യമില്ലാതെ ഈ വെള്ളത്തിൽ ഞങ്ങൾ വന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ ഒരു കനാൽ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ ഡാം വരുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാക്കൂലേ, ഇങ്ങനെ രണ്ട് സൈഡ് കെട്ടിയിട്ട് ഇത് പോകുന്നതിനാണ് കനാൽ എന്ന് പറയാ. അത് ഇതൊക്കെയാണ് പോണത്. ഗൈസ് ഞങ്ങൾ വന്നത് എന്തിനാ, ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. പക്ഷേ സക്സസ്ഫുള്ളി അത് പൂട്ടിക്കിടക്കുകയാണ്. ഓക്കെ, വെറുതെ കൊണ്ടുപോയി പൊന്നോ അതിൻ്റെ അടി. ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി പോവാണ്. എടാ ഇങ്ങനെ ഇട്ട് വെക്കുന്നേക്കും മീനിനെ കിട്ടാൻ. എടേ ഐസ് ഞങ്ങൾ വെള്ളത്തിൻ്റെ അടുത്തെത്തി. ടൺ ട്രെയിൻ അതിനെന്താക്കാ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ചർച്ച വിഷയം അപ്പിനോട് ഇനി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വാ. ഈ ഇവിടെ ഉള്ള ഈ ഒരു വെള്ളത്തിന്റെ സംഭവം ഉണ്ടല്ലോ, അതായത് ക്യാമറ ഈ ഒരു സംഭവം, ഇത് എങ്ങനെ ഇവിടെ പണിതു നമ്മൾ ഒന്നാമത്തെ സംശയമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ആയുണ്ട്. ഇതെങ്ങനെ താഴോട്ടേക്ക് കെട്ടി എന്നുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇതിന് ഇവിടെ തന്നെ നോക്കുമ്പോൾ നല്ലൊരു ആയം ഫീൽ ചെയ്യുന്നുണ്ട്. ബേക്കിലൊരു ചെറുക്കനെ കാണുന്നുണ്ടോ, ഇത് നല്ല ആയുണ്ട്. അപ്പൊ ഇതിന്റെ നടുക്കൊക്കെ എന്തോ ഒരു ആഴം ഉണ്ടാവും. ഈ ഡാമിന്റെ പേരെന്താന്ന് പോലും അറിയില്ല, പക്ഷെ കാണാൻ നല്ല. ഓക്കെ, ഞാനും എൻ്റെ അനുവും ഇങ്ങനെ ഗാഢമായി ആലോചിക്കുകയാണ് ഇതിനെ പറ്റി. അതാരാ, എന്തിനാണ് ഈ പെരി വെയിലത്ത് ഇങ്ങോട്ട് വരുന്നേന്ന് ഒരു തിന്നയ്യാത്ത കൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഞങ്ങളെ വൈകാലെ എല്ലാരും മലമ്പ കെട്ടി വരുന്നുണ്ട്. അവിടെ നല്ല ഭംഗിയുണ്ട്. ഈ മറ്റേ പണ്ടത്തെ ടൈപ്പ് വേലിയൊക്കെ വെച്ചിട്ടുള്ള. എനിക്ക് കറക്റ്റ് ആ വേലി എന്താ പറയുക, പണ്ട് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഒരു വീട് വരക്കും, എന്നിട്ട് ആ വീടിന് ആ ടൈപ്പ് വേലി വരക്കും. ആ സാധനം ഉണ്ട് അവിടെ. സോ ഇനി നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ അവിടേക്ക് ഇറങ്ങുമ്പോൾ പറയും ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, നമ്മൾ പെർമിഷൻ ഇല്ലാതെ വന്നേ. അനു ഫിനു നീ പറഞ്ഞില്ല ഐലൻഡ് അവിടെ കണ്ടേ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഐലൻഡേക്കും. മടിച്ചിട്ട് ഞങ്ങൾ പുതിയ വഴി കണ്ടുപിടിച്ചു. അടിപൊളി. ഇതൊക്കെയാണ് ലൈഫിലുള്ള. അതിന് ഞാനില്ല. അങ്ങനെ ഞങ്ങൾ പനംതോട്ടത്തിലെത്തി. പനയല്ല, പന തന്നെയല്ലേ, പനങ്കരിക്കുണ്ട്. പനങ്കരിക്ക അതെന്താണാവോ, പനക്ക് നൊങ്ക. അപ്പൊ ഇവിടെ നിന്നാണ് നൊങ്ക് വരുന്നല്ലേ. ഇത് നല്ല ഭംഗിയുണ്ട്. ദിസ് ഈസ് പനം തോട്ടം. കാലത്ത് പറഞ്ഞു വേണമെന്നേ. നടക്കാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് എടുക്കുമ്പോൾ ഈ മാൾവശമൊക്കെ നല്ല അടിപൊളി. അപ്പം നാട്ടിൽ ഞങ്ങൾ ഇതേപോലൊരു പനം തോട്ടം തുടങ്ങാനാണ് പ്ലാൻ, അടുത്ത ബിസിനസ് അല്ലേ. പക്ഷെ നാട്ടിൽ സെന്റിന് വില കൂടുതലാണ്, ഇവിടെ വില കുറവാന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഫിനു അവിടെ എന്തോ തുലുമാട്ടാ. അവനെന്താടാ അവിടെ എന്തല്ലേ? അല്ല ഫിനുവിന് അയിമെന്ന് എന്താ കിട്ടുന്നേ?
വാ അങ്ങോട്ട് കിടക്കാം. വണ്ടി എവിടെയാ? വണ്ടി അങ്ങനെയുള്ളത് ഞാൻ കൊണ്ട് നടക്കണം. കാലുവേന എടുത്തിട്ട് ചെയ്യാം. ഇവിടെയൊക്കെ ചാണകം ഉണ്ട് കേട്ടോ. കാള 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 കുത്താൻ വരുമോ? എടാ എനിക്കാണെങ്കിൽ ഓടാനും വയ്യ. ഇത് സംഭവം ഇതിന് എവിടുന്നാണ്? സോറി, ഞാൻ ഷോപ്പാട്ടിക്കണേ. ഇത് പന നനയ്ക്കാനുള്ള വെള്ള ടാങ്കല്ല, വേസ്റ്റ് ടാങ്കാണ്. ഇവിടെ നടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. എന്തൊരു സമാധാനം. ഈ ഡാമിൻ്റെ പേര് നിങ്ങൾക്ക് വായിക്കാറെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളൂ. മെയിനാവാൻ പോയിരിക്കുന്നൊക്കെ അവനറിയുന്നില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഹായ് പറ. അപ്പം നമ്മളെ പെരുന്നാൾ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ആക്കാം. സമയം കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഇടുന്നത്. ആ പാർട്ടിൽ കറക്റ്റ് ഞങ്ങൾ എങ്ങോട്ടാണ് വന്നത്, ഞങ്ങളെ ട്രിപ്പിന് എന്താണ് പറ്റിയത്, ഞങ്ങൾ ചമ്മേൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഓക്കെ ബൈ.